ഈ വീഡിയോ കാണുന്ന നാട്ടിലിരിക്കുന്ന പേരൻസിനെ പറ്റി നമുക്കൊരു മിനിമം കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഒരു വാർത്ത ചെയ്യുമ്പം ഞാൻ പറയുന്ന ഈ രാജ്യം തുറന്നു വെൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലിയ ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഞാൻ ഓപ്പർച്യൂണിറ്റി താടി കുറച്ച് നീട്ടി വളർത്തുന്ന, മുടി നീട്ടി വളർത്തിയ ആൾക്കാരെ പറ്റി എങ്ങനെയാ പറയുന്നത്? അവൻ കഞ്ചാവാണ്, അല്ലെങ്കിൽ അവൻ ഇപ്പം വേറെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങളെ ഏതെങ്കിലും ഏജൻസികൾ അടിച്ചേൽപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ആകരുത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ക്ലാസ് തന്നെ ആദ്യം പറഞ്ഞത് ആരെയും തുറിച്ചു നോക്കരുത്. കാരണം നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതെ, ഇവിടുത്തെ കൂട്ടുകെട്ടിനൊന്നും നാട്ടിലെ പോലെ ഒരു സ്ഥിരത ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഞാനൊക്കെ റിയൽ ലൈഫിൽ ഒരുപാട് തവണ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് തവണ. PR സുനിൽ എന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഫോർത്ത് എന്ന് പറയുന്ന ചാനൽ ഈ ഇടയ്ക്ക് സ്റ്റുഡൻസിൻ്റെ ഒരു ഹാർഡ്ഷിപ്പ് ലൈഫിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒത്തിരിയേറെ സ്റ്റുഡൻസ് ഭയങ്കര ഹാർഡ്ഷിപ്പിലൂടെയാണ് ഈ രാജ്യത്തിലൂടെ പോകുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ രാജ്യം മാത്രമല്ല പല രാജ്യങ്ങളും കാണിച്ചു. അതിൽ ഈ രാജ്യം ഉണ്ടായിരുന്നു. അപ്പം ബ്രോ ഒരു സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിലെ ഹാർഡ്ഷിപ്പ് ഇപ്പം വേറെ ഒരു കുറച്ചുകൂടെ മാറിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഹാർഡ്ഷിപ്പ് ഒക്കെ ഒത്തിരിയേറെ സഫർ ചെയ്തോ അല്ലെങ്കിൽ അറിയാവുന്നതോ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ് അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി അറിയാനുള്ള ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ PR സുനിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഞാനും കണ്ടിരുന്നു ആ വീഡിയോ. അദ്ദേഹത്തിന്റെ ഫോർത്ത് എന്ന് പറയുന്ന ചാനലിൽ വന്ന വീഡിയോ. പക്ഷെ അതിനകത്ത് അദ്ദേഹം ചെയ്ത എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു രാജ്യം വിട്ടിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ചെയ്ത വീഡിയോയോട് എനിക്ക് പല വ്യക്തിപരമായ പല വിയോജിപ്പുകളുണ്ട്. അദ്ദേഹം ചെയ്ത വീഡിയോയിൽ ഇപ്പോൾ UK പറ്റി, അദ്ദേഹം കാനഡയെ പറ്റി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. UK ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് രീതിയിൽ ഈ ഇവിടുത്തെ ജീവിതത്തെ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി, അതായത് കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിനേക്കാൾ അതായത് ഇവിടുത്തെ ജീവിതത്തെ വളരെ താറടിച്ച് കാണിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ആ വീഡിയോ പ്രസന്റ് ചെയ്തത്. കേവലം ഈ മറുനാടൻ ഷാജനൊക്കെ ചെയ്യുന്ന പോലെ, കേവലം വ്യൂസിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ബ്രോ, അപ്പോൾ ഒരു സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഡോക്യുമെന്ററി നമ്മൾ കാണുമ്പോൾ അതിനകത്ത് കുറേ ഡ്രാമ ചേർത്തെങ്കിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചേർത്തെങ്കിലോ മാത്രമേ അത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് തോന്നാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കൃത്യമായിട്ടൊരു സിനിമയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സിനിമ ആവത്തില്ല, ഒരു ഡോക്യുമെന്ററി ആവത്തില്ല എന്ന് പറയുന്ന പോലുള്ള കാര്യങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ടാവും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ശരിയല്ലേ? കുറച്ചൊക്കെ ശരിയുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഒരു പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയം, ഇപ്പോൾ UK പോലൊരു രാജ്യത്ത് വന്ന് നിൽക്കുമ്പം ഇവിടെ കൂടുതലും സ്റ്റുഡൻസ് ആണ് കൂടുതലും ഇപ്പോൾ UK രാജ്യങ്ങളിലേക്ക് തേടി, അല്ലെങ്കിൽ UK, കാനഡ, ഓസ്ട്രേലിയ പോലെ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നാട്ടിലിരിക്കുന്ന പേരൻസിനെ പറ്റി നമുക്കൊരു മിനിമം കമ്മിറ്റ്മെന്റ് ഇല്ലേ? ഒരു വാർത്ത ചെയ്യുമ്പം ഇപ്പോൾ ഞാൻ എടുത്തത് ഇപ്പോൾ ഒരു സാഹചര്യം വന്നുകൊണ്ട് പറയാണ്. ഇപ്പോൾ മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമത്തെ പറ്റി പറയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ കൊണ്ടാണ് പല രീതിയിലും UK എന്ന് പറയുന്ന രാജ്യം ഒരു ചെളിക്കുണ്ടാണെന്നും അവിടേക്ക് പോകുന്ന കുട്ടികളും അവിടെ വന്നിരിക്കുന്ന കുട്ടികളും ഓൾറെഡി ആയിരിക്കുന്ന കുട്ടികളും സഫർ ചെയ്യുന്നത് വളരെ ഭീകരമായിട്ടാണെന്നുള്ളൊരു വാർത്ത. ഇപ്പൊ എൻ്റെ അമ്മ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ ഈ മറുനാടൻ ഷാജന്റെ വീഡിയോ കാണുന്ന മനുഷ്യരാണ്. അതിൽ സത്യം 10% ആയിരിക്കുകയും ആ 10% ബാക്കിയുള്ള 90% എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നമുള്ളത്. ഇപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ ഈ ഫോർത്തിലെ കാര്യം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ വന്നതിന് ശേഷം, അത് ഈ രാജ്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല, അതൊരു പക്ഷേ UK ആകണമെന്നില്ല, ഞാൻ മറ്റൊരു രാജ്യത്ത് പോയാലും അനുഭവിക്കാൻ സാധ്യതയുള്ള, അത് നമുക്ക് കാലാകാലങ്ങളായി നമ്മുടെ മൈഗ്രേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്നോട് ചേട്ടൻ സ്പെസിഫിക് ആയിട്ട് UK പറ്റി വന്നിട്ടുള്ളൊരു കാര്യം, ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ സത്യസന്ധമായുള്ള അനുഭവം, അതായത് ആ ചാനലിൽ ഒരുപക്ഷെ ആ ഫോർത്ത് എന്ന് പറയുന്ന ചാനലിൽ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടാകാം. അവർ കൃത്യമായി ഫോക്കസ് ചെയ്ത് ചാനലിന് വ്യൂസ് കിട്ടാൻ വേണ്ടി എന്താണോ വേണ്ടത് അത് മാത്രമാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. അതല്ലാത്ത എന്താണ് ബ്രോയ്ക്ക് തോന്നിയിട്ടുള്ളത്? ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ കേരളത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് വളരെ സോഷ്യലായി ഇടപെട്ടിരുന്ന, സോഷ്യലായിട്ടുള്ള ലൈഫ് നയിച്ചിരുന്ന, ഒരിക്കലും തിരുവനന്തപുരം വിട്ടിട്ട് അല്ലെങ്കിൽ കേരളം വിട്ടിട്ട് പോകും എന്ന് ചിന്തിച്ചിരുന്ന ഒരാളല്ല. UK വന്ന സമയം നമ്മുടെ ഇവിടെ സോഷ്യൽ ഗ്യാതറിങ് എല്ലാം പേര് കേട്ടതാണ്. പക്ഷെ നമ്മളിവിടെ പുതിയ ഒരാളാണ്. വന്ന സമയത്ത് പഠനമായ സമയം, ആദ്യത്തെ സമയങ്ങളിലൊക്കെ വന്ന് ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനിലുള്ള അനൗൺസ്മെന്റുകൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കലും കൃത്യമായി ഗ്രാമർ പഠിച്ചിട്ടില്ല. മലയാളം മീഡിയം സ്കൂൾ എന്ന് പറയുമ്പം പേരിന് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമെങ്കിൽ പോലും നമ്മളെന്നും 10ാം ക്ലാസ്സിൽ പോലും നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട്
ABCD ആണ് എഴുതി പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മളൊന്നും ഒരു ഗ്രാമറും പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ UK ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ആദ്യം വന്നപ്പം ട്രെയിനിലൊക്കെ കയറുമ്പം ആദ്യത്തെ വളരെ ഇംഗ്ലീഷ് ഇവരുടെ ആക്സെന്റ് നമുക്ക് തിരുവനന്തപുരത്തുള്ള ഒരാൾ കാസർഗോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസർഗോഡ് പല കാര്യങ്ങളും നമുക്ക് പിടികിട്ടില്ല. അതേ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ എന്ത് പറ്റി? വന്ന സമയത്ത് പഠിക്കാൻ വന്ന സമയത്ത് ഞാൻ പഠനത്തിലേക്ക് കയറുകയും പഠനത്തിലെ ക്ലാസ്സിലൊക്കെ ആദ്യം അധ്യാപകർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് റിയാക്ട് ചെയ്യാൻ നമുക്കൊന്നും മനസ്സിലാകാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അനുഭവിച്ചൊരു വലിയൊരു ഒരു എന്താ പറയാ, ഇത്രയും ലക്ഷം രൂപ 10, 12, 15 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ മാസ്റ്റേഴ്സിന് ഇവിടെ ജോയിൻ ചെയ്തത്. ക്ലാസ്സിൽ കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതിന്റെ 10 ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത്, അതിന്റെ 10 അംശം പോലും ഞാൻ ഇവിടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സെൽഫ് ക്വസ്റ്റ്യനിങ് തിങ് ഉണ്ട്. ഞാൻ ഇത്രയും പൈസ മുടക്കി വന്നത്, അതായത് നമ്മുടെ പേരിൽ വെറുതെ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടാവുക എന്നതിനപ്പുറം നമ്മളൊരു സബ്ജക്റ്റിനെ പറ്റി നമ്മളൊരു ജോബിന് എഫിഷ്യൻ്റ് ആവുന്ന രീതിയിലേക്ക് നമ്മളെ കേപ്പബിൾ ആകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഞാനത് ഉറപ്പായിട്ടും പറയും. ഞാൻ എൻ്റെ തിരുവനന്തപുരത്തെ മാറിവാനീസ് കോളേജിൽ പഠിച്ചിട്ടുള്ളതിൻ്റെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചിട്ടുള്ളതിൻ്റെ 10 പോലും ഇവിടുത്തെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പഠിച്ചിട്ടില്ല. അതിന് എൻ്റെ കുറവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത് കേവലം ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞ ശരിയല്ലേ? കുറെയൊക്കെ അതിൽ ശരിയുണ്ട്. ഞാൻ പുള്ളി പറഞ്ഞതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. അതിൽ ശരികളുണ്ട്. അതേപോലെ ഞാൻ പറയുന്ന ഈ രാജ്യം തുറന്നു വെൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലിയ ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഞാൻ ചേട്ടനോട് ആദ്യം ഞാൻ അനുഭവിച്ചൊരു നല്ല കാര്യങ്ങളെ പറ്റി പറയാം. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് നമ്മളായി ഇവിടെ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് ആരെയും പേടിച്ച് ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു വസ്ത്രം ധരിക്കാൻ, എനിക്കോ എൻ്റെ പെൺസുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റാൾക്കാർക്കോ ഏത് വസ്ത്രം ധരിക്കാനോ, ബ്രോയെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ബ്രോയ്ക്ക് നാട്ടിൽ ഇതേ വസ്ത്രം ധരിക്കാൻ പറ്റൂലേ? എനിക്ക് വസ്ത്രം ധരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞാൻ നാട്ടിലൊരു മുടി വളർത്തിയിട്ട് എൻ്റെ നാട്ടിലുള്ള ബൈക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ കഞ്ചാവാണ് എന്ന് പറയുന്ന, നമ്മളെ കണ്ട് ചിരിക്കുന്ന അതേ അതായത് നമ്മളെ കാണുമ്പോൾ മോനെ എന്തുകൊണ്ട് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു, മോനെ സുഖാണോ എന്ന് ചോദിക്കുന്ന അതേ നാട്ടുകാര് വണ്ടി ഓടിച്ച് അതിൽ പോകുമ്പോഴത്തേക്കും അവന്റെ മുടിയൊക്കെ കളിക്കുന്നുണ്ടാവും മറ്റേ ആളുടെ മോനെ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കുന്നോണ്ടല്ലേ അങ്ങനെ? അല്ലാതെ എന്ത് ചിന്തിക്കും എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടുമാണ് നമ്മൾ അങ്ങനെ നടന്നിട്ടുള്ളത്. നമ്മൾ അവരുടെ ചിന്ത പേടിച്ച് നമ്മളെ മുടി വളർത്താതെ ഒന്നും നമ്മൾ അവിടെ ഇരുന്നിട്ടില്ല. ഇവിടെ വരുമ്പോൾ നമ്മളെ അതിനാരും നമ്മുടെ ഒരു ഭീതിയില്ല അല്ലേ? നമുക്ക് ഉറപ്പാണ് നമ്മളെ ആരും നമ്മുടെ അറ്റയറിന്റെ പേരിലോ നമ്മുടെ ഒരു ഔട്ട്ഫിറ്റിന്റെ പേരിലോ നമ്മളെ ആരും അതിന്റെ പേരിൽ നമ്മളെ വിലയിരുത്തില്ല എന്നുള്ള ബോധ്യമുണ്ട്. ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് നമ്മൾ 2 കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ അനുസരിച്ച് അവരുടെ ഒരു പ്രധാന കൺസേൺ സ്ത്രീകളായിരുന്നു. അപ്പൊ അവരുടെ പ്രധാന കൺസേൺ ആണ് ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പുരുഷന്മാർക്കും ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ. പുരുഷന്മാർക്ക് വസ്ത്രത്തിന്റെ കാര്യങ്ങളിലും ഇപ്പം നാട്ടില് ചേട്ടൻ അറിയായിരിക്കും, താടി കുറച്ച് നീട്ടി വളർത്തുന്ന, മുടി നീട്ടി വളർത്തിയ ആൾക്കാരെ പറ്റി എങ്ങനെയാ പറയുന്നത്, അവൻ കഞ്ചാവാണ് അല്ലെങ്കിൽ അവൻ ഇപ്പം വേറെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല കേട്ടോ. ഇപ്പൊ അത് ഒന്നതായി. അതിനുശേഷം പിന്നെ എന്താണ് ബ്രോയ്ക്ക് അങ്ങനെ തോന്നുന്നത്? അതായത് നമുക്ക് ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇവിടെയുണ്ട്. ഇപ്പൊ എനിക്കിപ്പം ഏത് രാത്രിയിലും ഇറങ്ങി നടക്കാം. പക്ഷെ ഇപ്പം കുറെ പ്രശ്നങ്ങൾ ഇപ്പം നേരിടുന്നുണ്ട് പല രീതിയിലായിട്ട്. പക്ഷെ അതും കൂടുതലും നോട്ട് ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. കൂടുതലും ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത് നല്ല പ്രശ്നങ്ങൾ പലതും ഉണ്ടാവുന്നത് ഈ രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഉണ്ടാവുന്നുള്ള പല പ്രശ്നങ്ങളും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ പലയിടത്തും ഇറങ്ങി നടക്കുമ്പോൾ സ്നാച്ചിങ് പോലുള്ള പല കാര്യങ്ങൾ, സാധനങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക, പിന്നെ മുതലായിട്ടുള്ള സ്ത്രീകളോടുള്ള വളരെ ചൂടുന്ന നോട്ടം. അതൊക്കെ ഞാൻ വളരെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഈ പറഞ്ഞ സൗന്ദര്യത്തെ ആസ്വദിക്കുന്ന ആളാണ്. പക്ഷേ നാട്ടിലുള്ള അതേ കണ്ണോടുകൂടി ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ നമുക്കൊരു അനാവശ്യമായ നോട്ടം പോലും. ഇടയ്ക്ക് ഋഷിരാജ് സിംഗ് ഉള്ള സമയത്ത് ഒരു 14 സെക്കൻഡ് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ കേസെടുക്കുന്ന ഒരു നിയമം ഒന്നും ഓർമ്മയുണ്ടോ? അങ്ങനൊരു സംഭവം വന്നായിരുന്നു. ഇവിടെ അതുപോലെയാണ് ഒരു നമുക്കിവിടെ ആൾക്കാരുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ആണിനെയോ പെണ്ണിനെയോ നമുക്ക് അവരുടെ സ്കൂൾ യൂണിഫോമിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ വസ്ത്രധാരണയോ അവരുടെ ശരീരമോ കണ്ടിട്ട് നമുക്ക് അവരുടെ പ്രായം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പലരും ആ ഒരു കെണിയിലൊക്കെ വീഴുന്നുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും. അപ്പൊ അത് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ഞാനിപ്പോ വെസ്റ്റ്മെന്റ് ലൈൻസിൽ ആദ്യം വരുമ്പോ എന്റെ ക്ലാസ് തന്നെ എന്തായിരുന്നു അറിയോ? ക്ലാസ് തന്നെ ആദ്യം പറഞ്ഞത് ആരെയും തുറിച്ചു നോക്കരുത്, കാരണം നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ അതിനുശേഷം വേറെ എന്താണ് ബ്രോയ്ക്ക് തോന്നിയത്? അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇവിടുത്തുള്ളത് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പക്ഷെ ആ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഇപ്പം പുള്ളി ആ ഡോക്യുമെന്ററിയിൽ പറഞ്ഞില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോ ആ ഡോക്യുമെന്ററി പ്രത്യേകമായിട്ട് സ്പെസിഫിക് ഉണ്ട്. അപ്പൊ ഞാൻ നെഗറ്റീവ്
പോസിറ്റീവ് ആസ്പെക്ട് തീർച്ചയായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറയണം, ഞാൻ കഴിഞ്ഞ രണ്ടര വർഷത്തോളായിട്ട് ഞാൻ ആന്റി ഡിപ്രസൻസ് എടുക്കുന്ന ആളാണ്. ഇപ്പോൾ അത് പറയുമ്പോൾ ആന്റി ഡിപ്രസൻസ് എന്ന് പറയുമ്പോൾ വളരെ കോമൺ ആയിട്ട് എനിക്കത് പറയാൻ പറ്റുന്നു, വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നു. 2 വർഷം മുമ്പ് എനിക്കത് വളരെ ആന്റി ഡിപ്രഷൻ എടുക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന ചിന്ത അങ്ങനെ എടുക്കുന്ന ഒരാളെ അങ്ങനെ സമീപിച്ചിരുന്ന ഒരാളാണ് ഞാനും. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫിൽ നമുക്ക് ചുറ്റും ആളുകൾ ഉണ്ടായിരുന്ന, ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും നമുക്ക് ഏകാന്തമായ ജീവിതം അന്നുണ്ടെങ്കിലും നമുക്ക് ആ ഏകാന്തതയ്ക്കപ്പുറം നമുക്ക് ആരെങ്കിലും ചുറ്റും വേണമെന്ന് തോന്നുമ്പം ആ ഏകാന്തതയുടെ തോട് പൊളിച്ച് പുറത്തേക്ക് വരാൻ നമുക്ക് സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഏകാന്തത മാത്രമേ ഓപ്ഷനുള്ളൂ. നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ മലയാളി കൂട്ടുകാരും ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കൂട്ടുകെട്ടിന് അത് വളരെ വലിയ വ്യത്യസ്തമാണ്. ഇവിടുത്തെ കൂട്ടുകെട്ടിന്, അതായത് ഞാൻ ഉൾപ്പെടുന്ന ആരുടെയും കുറ്റമായിട്ട് തോന്നുന്നില്ല. ഇവിടുത്തെ കൂട്ടുകെട്ടിനൊന്നും നാട്ടിലെ പോലെ ഒരു സ്ഥിരത ഉള്ളതായിട്ട് തോന്നുന്നില്ല. എല്ലാ കൂട്ടുകെട്ടുകളും ചിലപ്പോൾ അവരുടെ തിരക്കുകൾ ഉണ്ടായിരിക്കാം, എല്ലാവർക്കും പല സമയത്തുള്ള ഷിഫ്റ്റുകളും, പലരും കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ കൂട്ടുകെട്ടൊക്കെ കപ്പ കാണുന്നു, അല്ലെങ്കിൽ 2 ബിയർ അടിക്കുന്നു, 2 കഴിക്കുന്നവരാണെങ്കിൽ 2 ബെഗ് അടിക്കുന്നു, അവിടെ പിരിയുന്നു. അതിനപ്പുറം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമുക്ക് ചേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും നമ്മുടെ പഴയ സുഹൃത്തുക്കളുണ്ട്, നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അതിനപ്പുറം ആ ഒരു ബന്ധത്തെ എത്ര പേര് കൊണ്ടുപോകുന്നുള്ള കാര്യം വളരെ എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. വളരെ 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 പോയിന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് ഞങ്ങൾ പണ്ട് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞത് മിക്ക ആൾക്കാരും എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനേക്കാൾ ഉപരി നമ്മളുടെ കൂടെ ഒരേ പർപ്പസിന് വരുന്നവരാണ്. ഇപ്പം മദ്യം കഴിക്കാൻ വരുന്നവരുണ്ടാവും, ചിലപ്പം ഒരു ഫംഗ്ഷന് പാർട്ടിക്ക് പോകാൻ വരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോഗ്രാം കാണാൻ പോകുന്നവരുണ്ടാവും. ഇങ്ങനെ പറയുന്ന, അല്ലെങ്കിൽ ഒരേ ജോലിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പാണ് എപ്പോഴും ഉണ്ടാവുക. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മാത്രമല്ല, പണ്ട് ഞങ്ങൾ വരുമ്പോൾ ഈ ഒരു സാമ്പിൾ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന മറ്റൊരു പ്രോബ്ലമാണ്. നാട്ടിൽ എന്ന് പറഞ്ഞ സാമ്പിളുകളേ ഉള്ളൂ അല്ലേ? അല്ല, ഇതിനകത്തൊരു വലിയ പ്രശ്നം നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ചിലത് കുട്ടികൾ ഇഷ്ടപ്പെട്ട് വരുന്നതും ചിലത് പേരൻസിൻ്റെ നിർബന്ധിതമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നാട്ടിലുള്ള പേരൻസോ ബന്ധുക്കളോടോ കാണുന്നത്, ഇപ്പം പലർക്കും പേരൻസിന് ബന്ധുക്കൾക്കൊക്കെ പരാതി ഉണ്ടായിരിക്കും, ഇവിടെ വന്നിട്ട് ഇവർ വിളിക്കുന്നില്ല, ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ എത്തുമ്പോൾ വേറൊരു ലൈഫാണ്. അതായത് നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തൊരു മെൻ്റൽ, ഇപ്പം അപ്പം ചോദിക്കും, നമ്മുടെ പണ്ട് പല ആൾക്കാരും ദുബായിലേക്കും സൗദിയിലേക്കൊക്കെ പണ്ട് പലരും പോയിട്ടില്ലേ, അവരെങ്ങനെ ഈ സൗദിയിൽ അല്ലെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ജീവിക്കുമ്പം, പ്രത്യേകിച്ച് ആണുങ്ങളാണ് കയറി പോയിട്ടുള്ളത്, അവിടെ ജീവിക്കുമ്പം ഭൂരിപക്ഷം ആൾക്കാരും ആണുങ്ങളാണ് പോയിട്ടുള്ളത്, സ്ത്രീകളെ മാറ്റി നിർത്തല്ല. ഇവരന്ന് അവിടെ താമസിക്കുന്നത് ഒരു ഡോർമെറ്ററി പോലുള്ള സ്ഥലത്ത് 6-8 പേര് ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ജോലി എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റൂമിലേക്ക് വരുമ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും, കുറച്ച് എടാ ഇന്ന് വീട്ടിൽ നീ എന്തുകൊണ്ട് വീട്ടിൽ വിശേഷം, വീട്ടിൽ നിന്ന് വിളിച്ചോ, ഇന്ന ആളെ എങ്ങനെ, ഇതൊക്കെ ചോദിക്കാനും, എടാ ഈ കഥകളൊക്കെ പറയാനുള്ള സാധ്യത ഗൾഫിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊരു മുറിയിൽ ഭൂരിഭാഗം പേരും ഒറ്റയ്ക്കാണ് ഒരു മുറിയിൽ താമസിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തിരിച്ചൊരു ജോലി കഴിഞ്ഞോ ഒരു ക്ലാസ് കഴിഞ്ഞോ നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലെ സ്ട്രെസ്, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സ്ട്രെസ് അതായത് പ്രത്യേകിച്ച് വിന്ററൊക്കെ ആയി കഴിയുമ്പോൾ UK ലൈഫ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4 മണിയോടുകൂടി ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങും. സൂര്യ വെളിച്ചം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് ഈ സ്ട്രെസ് ഷെയർ ചെയ്യാൻ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ കാമുകന്മാരോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും നമ്മൾ. അതായത് ഞാനൊക്കെ റിയൽ ലൈഫിൽ ഒരുപാട് തവണ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് തവണ ഇത് വളരെ എക്സാജറേറ്റ് ചെയ്തൊരു നമ്മളോട് സംസാരത്തിന് വേണ്ടി പറയുന്ന കാര്യമില്ല, ഞാൻ ഓഫ് ടോപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സമയം എത്തുമ്പോഴത്തേക്ക് നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഈ ഒരു സ്ട്രെസ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, 4 ചുവരിനുള്ളിൽ നമ്മളും നമ്മുടെ ശ്വാസവും നമ്മളുടെ ഇതും മാത്രം. ഇതെങ്ങനെ ഇങ്ങോട്ട് ഇത് എങ്ങോട്ട് അപ്പൊ ചോദിക്കും, നിനക്ക് കൂട്ടുകാരെ വിളിക്കുമ്പം എടാ എവിടെയാ, അയാൾ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിനായിരിക്കും, അയാൾ ചിലപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞൊന്ന് ഉറങ്ങുമായിരിക്കും, നമുക്ക് അയാളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, ആൾക്കാർക്കും സമയമില്ല, ആരുടെയും കുറ്റമല്ല. ഈ ഒരു പ്രത്യേകിച്ച് അത് മാത്രമല്ല ബ്രോ, എനിക്ക് തോന്നുന്നു ഈ വിന്റർ എന്ന് പറയുന്ന ഒരു വല്ലാത്ത സമയമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഡാർക്ക്നെസ്, വൈകുന്നേരം ഡാർക്ക്നെസ്. ഈ ഡാർക്ക്നെസ്സിന്റെ ഇടയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. എന്ന് വെച്ചാൽ
നമുക്ക് മനസ്സ് ഡാർക്കാണ്, അക്കൂട്ടത്തിൽ വെളിയിലും ഡാർക്ക് ആകുമ്പോഴത്തേക്കും ഫുൾ ഇരുട്ട്. ഉറപ്പായിട്ടും അത് ഞാൻ ഒരുവിധം എല്ലാ ആൾക്കാരെയും റെപ്രസെന്റ് ചെയ്ത് നാട്ടിലുള്ള അപ്പനും അമ്മയോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും പറയാണ്, നിങ്ങൾ ഇവിടുന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ മകനെയോ മകളെയോ സഹോദരിയോ സഹോദരനെയോ കസിനെയോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ മറന്നിട്ട് ഏറ്റവും ഹാപ്പിയായ മൊമെന്റിൽ ഇവിടെ ജീവിക്കുകയാണെന്ന് കരുതരുത്. നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങള് കാരണം അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, എനിക്ക് ബ്രോ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്, അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇങ്ങനൊരു ജീവിതത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കണം. അത് പല മക്കളും പലപ്പോഴും ആ മാതാപിതാക്കളോട് പറയാറില്ല. പറയാറില്ലാത്ത വെച്ചാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ അവര് അറിയണ്ട. ഇപ്പം നമ്മളപ്പോ ചിന്തിക്കും, നിങ്ങൾക്ക് എന്നാ പലരും ചോദിക്കും, നിങ്ങൾക്ക് എന്നാ കേരളത്തിൽ തന്നെ നിന്നിട്ട് ഇവിടെ നിന്ന്. കേരളത്തിൽ നമുക്കതിനുള്ള നമ്മൾ പഠിച്ചത് നമുക്കതിന് സാഹചര്യം ഇല്ലെന്നേ. കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന അതേ ജോലി നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ആണ് പോസിറ്റീവ് ഒരു കാര്യം. അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഞാൻ പലപ്പോഴും പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും കേരളത്തിലെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് പിന്നെ ഒരു ടോപ്പിക്കാണ്, അതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് അത് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയുമ്പോഴും പലപ്പോഴും എനിക്ക് മനസ്സിലായത്, പല ആൾക്കാരും കേരളത്തിൽ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. നിങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നിടത്ത്, അതായത് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് ഒരു പ്രീ ജഡ്ജ്മെന്റ് കൂടി എനിക്ക് കേരളത്തിൽ ഒന്നുമില്ല എന്ന് പറയുന്നവരും ഉണ്ട്. നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളില്ലേ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ചെന്നിട്ടുള്ള മനുഷ്യരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? ആത്മഹത്യയുടെ ഓർമ്മയുണ്ടോ? ഉണ്ട്. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറയുന്നൊരു ചോദ്യവും ഇല്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും അല്ലെ. നമുക്കൊരു ഇപ്പം എന്തുകൊണ്ടാണ് ബംഗാളിൽ നിന്ന് മനുഷ്യർ കേരളത്തിലേക്ക് ജോലിക്ക് വരുന്നത്? അപ്പൊ അവർക്ക് അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടാഞ്ഞിട്ടല്ല, ഒന്നും വേണ്ട. യു കെയിലേക്ക് ഒരു അഡ്മിഷൻ വരാൻ ഒരു വിദ്യാഭ്യാസ ലോണിന് വേണ്ടി എന്തുമാത്രം അലഞ്ഞിട്ടുള്ള മനുഷ്യരുണ്ട്, എന്തുമാത്രം. ഞാൻ അതിന്റെ വിക്ടിമാണ്. വിക്ടിം എന്ന് പറയാൻ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ വെക്കാൻ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടായിട്ട് ഒരു ലോണ് കിട്ടാതെ, അതായത് നമ്മൾ ആരെങ്കിലും ശരിക്കും ആഗ്രഹിക്കുമോ? അതായത് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം വിട്ടിട്ട് വേറൊരു രാജ്യത്ത് ഇവരെ ഒരു വർഷത്തോളം ആരും ആഗ്രഹിക്കില്ല. അത് ആ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അപ്പൊ എന്റെ കൂടുതൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിലേക്ക് തന്നെ വീട്ടിലേക്ക് വരാം. അപ്പൊ ബ്രോ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ ഈ പറയുന്ന ഒരു വല്ലാത്ത എനിക്ക് ഏറ്റവും മനസ്സിലാക്കേണ്ട, ഞാൻ അതിൽ പറഞ്ഞു നിർത്തേണ്ട ഒരു കാര്യം, നാട്ടിലുള്ള മനുഷ്യർ, അത് അപ്പനോ അമ്മ ആയിക്കോട്ടെ, സഹോദരൻ കസിൻസ് ആരും ആയിക്കോട്ടെ, നിങ്ങൾ അത് യു കെയിൽ നിന്നല്ല, രാജ്യം വിട്ട്, നിങ്ങളുടെ അടുത്തുനിന്ന് വിട്ട് മറ്റു സ്ഥലത്ത്, അത് സംസ്ഥാനം വിട്ടുപോലും ആയിക്കോട്ടെ, അവിടെ നിൽക്കുന്ന നിങ്ങളുടെ മകളെയോ മകനെയോ സഹോദരിയോ സഹോദരനെയോ നിങ്ങളുടെ കൊച്ചുമകളെയോ പറ്റി നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരവിടെ സുഖിച്ച് മാത്രം ജീവിച്ച് നിങ്ങളെ മറന്ന് ജീവിക്കുകയാണെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, മകനെ നീ ഓക്കെ ആണോ, എടാ നീ എങ്ങനെയുണ്ട്, നീ എന്തെങ്കിലും കഴിച്ചോ, എന്താണ്, അവനൊന്ന് നിനക്ക് കരയാൻ, അതായത് ചിലപ്പം ഇവിടെ നിൽക്കുന്ന ഒരാളൊന്ന് ഒരു നല്ല കരയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും, വളരെ ജെനുവിനായിട്ട് കരയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. നിങ്ങൾ അതൊന്ന് കേൾക്കൂ ചില സമയത്ത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞങ്ങൾ ആരും ഈ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയൊന്നും വിട്ടിട്ട് ഒന്ന് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതല്ല. നമ്മുടെ ഒരു ബെറ്റർ ലൈഫ് എക്സ്പെക്ട് ചെയ്ത്, കുറച്ചും കൂടെ പണ്ട് അനുഭവിച്ച ഇതെല്ലാം മാറി നല്ലൊരു ലൈഫ് എക്സ്പെക്ട് ചെയ്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചിട്ട് കുറെ നാളായല്ലോ, ഒരു മാസമായിട്ട് നീ ലണ്ടനിലൊക്കെ പോയപ്പോൾ വലിയ ആളായിപ്പോയല്ലേ, ഈ ചോദ്യങ്ങളൊക്കെ പലരും കേൾക്കുന്നവരായിരിക്കും. അങ്ങനെയല്ല, നമ്മൾ ആരും വലിയ ആളായിട്ടില്ല. നമ്മളിവിടൊക്കെ കടന്നു പോകുന്ന സ്ട്രഗിളും നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റിയും, നമുക്ക് തിരിച്ച് റൂമിലേക്ക് വന്ന് കയറുമ്പോൾ, പ്രത്യേകിച്ച് വിന്റർ സമയങ്ങളിൽ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറയുന്നതിൽ എനിക്ക് 100% എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ പേരൻസ് ആദ്യകാലം അവിടെ വരുമ്പോൾ എൻ്റെ പേരൻസിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതായത് എന്നെ ഒന്ന് വിളിച്ചിരുന്നേ എന്ന് പറയാണ്, നീ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ പോകാൻ റെഡി ആയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് അതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനപ്പുറം മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത്? പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വരിക. അതായത് നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കാനുണ്ട്, നിങ്ങൾ വേറെ രാജ്യത്തേക്കാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകുക. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ കസിൻസോ ഒക്കെ ഇംഗ്ലണ്ടിലോ കാനഡയിലോ മറ്റു പല സ്ഥലത്തും ഉണ്ടായിരിക്കും. ഇവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങൾ ആ സ്ഥലത്തേക്കൊന്നും ഇൻസ്റ്റാഗ്രാം കേവലം ഒരു 30 സെക്കൻഡിലെ സ്റ്റോറിയിൽ തീരുന്ന കാര്യമാണ്. അതിൽ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ നമുക്കെല്ലാം കളർഫുൾ ആയിട്ട് തോന്നും. പക്ഷെ അത്രത്തോളം കളർഫുൾ അല്ല. എന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ട് താനും. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് വരാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ ഇതിന് കേപ്പബിൾ ആണോ? ആദ്യം സ്വയം ചിന്തിക്കുക, ഞാൻ എൻ്റെ രാജ്യം,
എൻ്റെ അപ്പനമ്മ, എൻ്റെ കൂട്ടുകാർ, ഈ കംഫർട്ട് സോൺ എല്ലാം വിട്ടിട്ട് പുതിയൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഞാൻ എത്തിച്ചെന്ന് പുതിയ കോഴ്സ് പഠിക്കാൻ, പുതിയ ഭാഷ, പുതിയ സംസ്കാരം, ഇതിനൊക്കെ എടുക്കാൻ ഞാൻ തയ്യാറാണോ? അതൊരു ചോദ്യം. അതുപോലെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി നിങ്ങളെ ഏതെങ്കിലും ഏജൻസികൾ അടിച്ചേൽപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളാകരുത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കൊരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ റിസർച്ച് നടത്തുക. ഒരാഴ്ചയോ 2 ആഴ്ചയോ എടുത്ത് റിസർച്ച് നടത്തുക. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഗ്ലോബൽ റാങ്കിങ് നോക്കാം, ഒരുപാട് റാങ്കിങ് ഉണ്ട്. ഈ റാങ്കിങ് വെച്ച് നിങ്ങളുടെ സബ്ജക്റ്റ് റാങ്കിങ് നോക്കാം. ഇത് വെച്ചിട്ട് അവിടുന്ന് എടുത്തിട്ടുള്ള അലൂമിനീസുമായിട്ട് നിങ്ങൾക്ക് ലിങ്ക്ഡിനിലോ മറ്റു കാര്യങ്ങളോ സംസാരിക്കാം. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുക. കേവലം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നല്ല യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ കാശുണ്ടാക്കാൻ കേവലം മറ്റേ കോമഡി തട്ടിക്കൂട്ടി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ അതിൽ പെടാതിരിക്കുക. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഏറ്റവും നിങ്ങൾക്ക് പലരും പറയാറുണ്ട് നിങ്ങൾക്ക് IELTS വേണ്ട, മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് കയറി വരാം. അങ്ങനെ വന്നിട്ടുള്ള മനുഷ്യരും ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ സെൽഫിനെ സംതൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് പോവുക. നിങ്ങൾ IELTS എഴുതൂ, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലേ, നിങ്ങൾ IELTS എഴുതൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് ചിന്തിക്കുക. അപ്പം അതിനൊന്നും ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതിൽ നിങ്ങൾക്ക് തർക്കത്തിന്റെ കാര്യം ഉണ്ടാവില്ല. പക്ഷെ കുറച്ചും കൂടെ അധികം ആൾക്കാർക്ക് അറിയാത്ത യൂണിവേഴ്സിറ്റിയാണ്. കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുക. നിങ്ങളുടെ കാര്യത്തെ പറ്റി, അതായത് നിങ്ങളുടെ ഒരു കാര്യം ഒരു ഏജൻസി തീരുമാനിക്കുന്നതിന് നിങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തിട്ട് ഒരു ഏജൻസി ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാര്യം നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങളുടെ വിസ പ്രോസസ്സിങ്, അഡ്മിഷൻ പ്രോസസ്സിങ് എളുപ്പമാക്കാൻ സഹായിക്കും. പക്ഷേ ഏജൻസി ആയിരിക്കരുത് നിങ്ങളോട് പറയുക, എടോ താൻ പഠിക്കാൻ പോകുന്നത് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് ഏജൻസിയെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് പറയുക, എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത്, എനിക്ക് ഇവിടെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അതിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ റിസർച്ച് നടത്തുക, അവിടുത്തെ റേറ്റിംഗ് നോക്കുക, അവിടെ എത്രത്തോളം ഉണ്ട്. കാര്യം അങ്ങനെയുള്ള മനുഷ്യർക്ക് നല്ല എല്ലാം ഇന്നത്തെ കാലത്ത് വിരൽത്തുമ്പിലുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് എഫേർട്ട് ഇടുന്നു? പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നിടത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡിവിജ്വൽ തീരുമാനം എടുക്കാൻ പറ്റാത്തത്. എനിക്കൊന്ന് മലയാളികൾ പൊതുവെ അങ്ങനെയാണ്. മലയാളികളെ ഒന്നും വെക്കണ്ടെന്നേ. നമ്മളെപ്പോഴും മലയാളികളെ മാത്രമേ, മലയാളികളോ ഇപ്പം ഇംഗ്ലണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ മലയാളികളെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ പഞ്ചാബി കമ്മ്യൂണിറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഇന്ത്യൻസ് എനിക്കൊന്ന് ലോകത്ത് പൊതുവിലുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നേരെ പറഞ്ഞ് ഞാൻ ഈ ഇടയ്ക്ക് ലണ്ടനിൽ കിങ്സ് കോളേജിൽ പോയിരുന്നു. ലോകത്തെ ഏറ്റവും ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കോളേജാണ്. അവിടെ ഞാൻ ചെന്ന ക്യാമ്പസിൽ പോയപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ വംശജയോ പോലും ഞാൻ കണ്ടില്ല. മലയാളിയെ പേരിന് പോലും കണ്ടില്ല. കാര്യം അവിടെ അഡ്മിഷൻ കിട്ടുക, അവിടെ പഠിക്കുക എന്ന് പറയുന്നത് അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ ബർമിംഗ്ഹാമിലേക്കോ മറ്റ് പല സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ മലയാളികളെ തട്ടി നടക്കാൻ വയ്യ. ഇതൊക്കെയാണ് ഈ മറുനാടൻ ഷാജനെ പോലുള്ള മാധ്യമങ്ങൾ അവരുടെ റേറ്റിങ്ങിന് വേണ്ടി വെച്ച് വാർത്തയാക്കുന്നത്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്തെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരാവുക. നിങ്ങൾ അതിനുവേണ്ടി റിസർച്ച് നടത്തുക. നിങ്ങളെ ഏജൻസി ഉണ്ടെങ്കിൽ ഏജൻസിയെ നിങ്ങൾ അറിയിക്കുക, എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്, അവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറയുക. അല്ലാതെ ഏജൻസി പറയുന്ന കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ പോകാതിരിക്കുക.